Hello dears, in this section we are going to study how to write a letter or how to keep letter writing format. ലെറ്റർ റൈറ്റിംഗ് എന്ന് പറയുന്ന ഡിസ്കോഴ്സ് എക്സാമിന് വളരെ പോസിബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകൾ തൊട്ട് തന്നെ ഈ ഒരു ലെറ്റർ റൈറ്റിംഗ് എന്ന ഡിസ്കോഴ്സിനെ പരിചയപ്പെട്ടു വരുന്നു. ഇനി ലെറ്റർ എഴുതുമ്പോൾ അതിന് ചില ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. ലെറ്റർ എന്ന് പറയുന്നത് പുരാതന കാലങ്ങൾക്ക് മുതൽക്ക് തന്നെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മീഡിയമാണ്. അതിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്, എത്ര സോഷ്യൽ മീഡിയാസ് വന്നാലും. ലെറ്റർ എഴുതുമ്പോൾ ചില ഫോർമാറ്റ് സ്കിപ്പ് ചെയ്യണം, അല്ലാതെ എഴുതിയാൽ അതിന്റെ മനോഹാരിത നഷ്ടപ്പെടും. ഇനി ലെറ്റർ തന്നെ രണ്ട് തരമുണ്ട്. ഏതൊക്കെയാണ് അവ? ഫോർമലും ഇൻഫോർമലും. എന്താണ് ഫോർമൽ ലെറ്റർ എന്ന് പറയുമ്പോൾ? ഫോർമൽ എന്ന് പറയുന്നത് കൺവെൻഷണൽ ആണ്, അതായത് പരമ്പരാഗത രീതിയിലുള്ളതാണ്. സ്പെസിഫിക് ഫോർമാറ്റ്, അതിനൊരു പ്രത്യേക ഫോർമാറ്റ് ഉണ്ട്, തോന്നിയ പോലെ ഒന്നും എഴുതാൻ പറ്റില്ല. ഒഫീഷ്യൽ പർപ്പസ്, ഔദ്യോഗിക ആവശ്യങ്ങൾക്കാണ് നമ്മൾ അത് എഴുതേണ്ടത്. ഇനി എന്താണ് ഇൻഫോർമൽ? ഇൻഫോർമൽ ഇറ്റ് ഈസ് വെരി ഈസി, നമുക്ക് ഏറ്റവും സുപരിചിതമായത്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ ചാറ്റി ഓർ ന്യൂസി അല്ലേ? Then to send a friend, to send a relative. ഇൻഫോർമൽ വളരെ പരിചയമുള്ളത്, വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ലെറ്റർ റൈറ്റിംഗ് ഫോർമാറ്റ് ആണ്. ഇനി ഫോർമൽ പരിചയമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഫോർമൽ എഴുതുന്നുണ്ട്, സ്കൂളിൽ ഒരു ലീവ് എടുക്കുന്നെങ്കിൽ ഒരു ലീവിന് അപേക്ഷിക്കുമ്പോൾ അതെന്താണ്? അത് ഫോർമലാണ്. ഇനി തൻ്റെ സുഹൃത്തിനെ തൻ്റെ ബർത്ത്ഡേക്ക് ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് അയക്കേണ്ടി വരികയാണെങ്കിൽ അത് ഇൻഫോർമലാണ്. ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫോർമാറ്റ് മൈൻഡിൽ കിടന്ന് കറങ്ങുന്നുണ്ടായിരിക്കും. എന്നാലും ഒരു ജനറൽ ഫോർമാറ്റ് കീപ്പ് ചെയ്യണം. എക്സാമിന് ഫോർമാറ്റിന് പ്രത്യേകം മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. സോ നമുക്കത് പരിചയപ്പെടാം, എന്തൊക്കെയാണ് ഫോർമാറ്റ് എന്ന്. ഫസ്റ്റ് നമുക്ക് ഫോർമലിന്റെ ഫോർമാറ്റ് പരിചയപ്പെടാം. ഫോർമൽ ലെറ്ററിനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അവ? റൈറ്റേഴ്സ് അഡ്രസ്. ആദ്യം പറയുന്ന കാര്യം, എഴുതുന്ന ആളുടെ അഡ്രസ്സ് കൊടുത്തിരിക്കണം അല്ലേ? എഴുതുന്ന ആളുടെ അഡ്രസ്സ് കൊടുത്തിരിക്കണം. ഇവിടെ കൊടുത്തിരിക്കുന്ന റൈറ്റേഴ്സ് നെയിം, ലെറ്ററിന്റെ ഒരു ബോഡി മൊത്തം ഇങ്ങനെയാണെങ്കിൽ ഈ സൈഡിൽ നിങ്ങൾ റൈറ്റേഴ്സ് നെയിം കൊടുത്തിരിക്കണം. അതേപോലെ റൈറ്ററുടെ അഡ്രസ്സും കൊടുക്കണം. ദെൻ റെസിപ്പിയൻസ് അഡ്രസ്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? റൈറ്റേഴ്സ് അഡ്രസ് ആയിരുന്നു. സെക്കൻഡ് വൺ റെസിപ്പിയൻസ് അഡ്രസ്. ആർക്കാണോ ഇത് ലഭിക്കുന്നത് ആളുടെ അഡ്രസ്സ് ഇവിടെ കൊടുത്തിരിക്കണം. അതായത് ആദ്യത്തേത് എന്താണ്? ഫ്രം ആണ്. ഫസ്റ്റ് വൺ ഫ്രം ആണെങ്കിൽ രണ്ടാമത്തേത് ടു ആണ്. ഇനി ഡേറ്റ് മെൻഷൻ ചെയ്യണം, ഡേറ്റ് എഴുതണം. അത് ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ എഴുതാം, ഇത് കഴിഞ്ഞിട്ട് എഴുതണമെങ്കിലും എഴുതാം. ദെൻ സബ്ജക്റ്റ്, വിഷയം ഉൾപ്പെടുത്തണം. വിഷയം എന്താണെന്ന് പ്രത്യേകം സൂചിപ്പിക്കണം. ദെൻ സല്യൂട്ടേഷൻ, അഭിസംബോധന. നമ്മൾ റെസ്പെക്ട് കൊടുക്കേണ്ടവർക്ക് റെസ്പെക്ട് കൊടുത്ത് തന്നെ എഴുതണം. അത്തരത്തിലുള്ള ഒരു ലെറ്റർ ആണ് ഫോർമൽ ലെറ്റർ, സല്യൂട്ടേഷൻ. ദെൻ ഇൻട്രൊഡക്ഷൻ, എങ്ങനെയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത് അല്ലെ? എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് എഴുതുന്നത്, അത്തരം ഒരു ആമുഖം നിങ്ങൾ ഇവിടെ നൽകണം. മാറ്റർ, പിന്നെ നിങ്ങളുടെ കാര്യം എന്താണോ സൂചിപ്പിക്കുന്നത് അതിനെ ഒന്നും കൂടെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതണം. ദെൻ റിക്വസ്റ്റ്, ഒരു അപേക്ഷ രൂപേണ ആയിരിക്കും നമ്മുടെ എല്ലാ ഫോർമൽ ലെറ്ററും. അപേക്ഷ രൂപേണ അത് അവസാനിപ്പിക്കണം. കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ദെൻ സിഗ്നേച്ചർ ഓഫ് ദ സെൻഡർ, നെയിം ഓഫ് ദ റൈറ്റർ. നിങ്ങൾക്ക് ഇവിടെ കാണാം എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടനം. അതിലൂടെ അവസാനം സിഗ്നേച്ചറും നെയിം ഓഫ് ദ റൈറ്റർ. ഇനി ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുമ്പോഴാണ് കൂടുതൽ മനസ്സിലാവുക. അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐഷ്ണ ജെന്നി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലെറ്റർ ആണിത്, ഒരു ഫോർമൽ ലെറ്റർ ആണ്. അതിനാദ്യം ഇവിടെ ഫ്രം, ഐഷ്ണ ജെന്നിയാണ് എഴുതുന്നത്, അതുകൊണ്ട് ഐഷ്ണ ജെന്നിയുടെ പേരും അഡ്രസ്സും നൽകിയിരിക്കുന്നു. ദെൻ ഇവിടെ എന്ത് കൊടുത്തിരിക്കുന്നു? ഡേറ്റ് കൊടുത്തിരിക്കുന്നു, ഡേറ്റ് അല്ലേ? ദെൻ ടു, ആർക്കാണോ അയക്കുന്നത് അയാളുടെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ സല്യൂട്ടേഷൻ, റെസ്പെക്റ്റഡ് സാർ, അഭിസംബോധന. ഇനി സബ്ജക്റ്റ് മെൻഷൻ ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ആൻ ഇംഗ്ലീഷ് ടീച്ചർ. ഇംഗ്ലീഷ് ടീച്ചറുടെ പോസ്റ്റിലോട്ട് അപേക്ഷിക്കുന്ന ഒരു അപ്ലിക്കേഷൻ ആണ്, അപേക്ഷയാണ്, അതുകൊണ്ട് അതാണ് സബ്ജക്റ്റ്, അതവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇൻട്രൊഡക്ഷനിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. മലയാള മനോരമ എന്ന് പറയുന്നതിൽ കണ്ട ഒരു അഡ്വർടൈസ്മെന്റിന്റെ ബേസിസിലുള്ള ഒരു അപ്ലിക്കേഷൻ ലെറ്റർ ആണ് ഇത് അല്ലെ? അതിവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്.
ഇനി ഒരു ബോഡി പാർട്ട്, അതിന്റെ കണ്ടന്റ്, മാറ്റർ, ഞാൻ പറഞ്ഞല്ലോ എന്ത് കാര്യത്തിനാണോ എഴുതുന്നത് അതൊന്നും കൂടെ വിവരിക്കണം, ഡിസ്ക്രൈബ് ചെയ്യണം. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ പറയുന്നുണ്ട്. ഐഷ്ണ ജെന്നി പറയുകയാണ്, എനിക്ക് ഇംഗ്ലീഷിൽ മാസ്റ്റർ ഡിഗ്രി MA കഴിഞ്ഞതാണ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും. ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറായി 4 വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ആപ്ലിക്കേഷൻ പരിഗണിക്കുകയാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. ഇനി എവിടെ വേണമെങ്കിലും ഇന്റർവ്യൂവിന് വരാൻ ഞാൻ സൗകര്യപ്പെടുന്നു. അതുപോലെ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ മിഡ് ജൂലൈയുടെ ഇടയിൽ ഇന്റർവ്യൂ നടക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സന്തോഷവതിയായിരിക്കും. പിന്നെ അതുപോലെ തൻ്റെ മദർലാൻഡിലുള്ള കുട്ടികൾക്ക് വേണ്ടി തൻ്റെ കഴിവുകളും പാഷനും യൂട്ടിലൈസ് ചെയ്യാൻ വളരെ താല്പര്യപ്പെടുന്നു. ഇത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ജോബ് ആപ്ലിക്കേഷൻ ലെറ്റർ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചാൻസ് വരുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിൾ ഇംഗ്ലീഷിലാണെങ്കിൽ കൂടി വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുള്ള ഒരു ലെറ്റർ. ഇനി മൈ റിസ്യൂം ആൻഡ് അതർ ഡോക്യുമെന്റ്സ് ആർ ക്ലോസ്ഡ്. കത്ത് മാത്രം അയച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിന്റെ കൂടെ നമ്മുടെ റെസ്യൂമും പിന്നെ അതുപോലെ ഡോക്യുമെന്റ്സും കൂടെ വെക്കണം. CV ഒക്കെ വെച്ചിട്ട് വേണം ലെറ്റർ അയക്കാൻ. താങ്കിങ് യു യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ദെൻ സിഗ്നേച്ചർ ഐഷ്ണ ജെന്നി. അങ്ങനെ ഐഷ്ണ ജെന്നി അവരുടെ ഒരു ലെറ്റർ നല്ല രീതിയിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. സോ ഇതാണ് ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് ഈസ് വെരി സിമ്പിൾ. നിങ്ങൾ ആ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ എക്സാമിന് എന്തായാലും ഫോർമൽ ലെറ്റർ റൈറ്റിംഗ് വരും. ഏതെങ്കിലും ഒരു സബ്ജക്ട് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എഴുതാൻ പറയും. സോ പ്ലീസ് ട്രൈ ടു കീപ് ദിസ് ഫോർമാറ്റ് ഇൻ യുവർ മൈൻഡ് ആൻഡ് ഓൾസോ ഇൻ യുവർ ആൻസർ ഷീറ്റ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇൻഫോർമൽ. ഭയങ്കര എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഇൻഫോർമൽ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം, എന്നാലും നമുക്ക് അതിന്റെ ഒരു ജനറൽ ഫോർമാറ്റ് പഠിക്കാം. ഇൻഫോർമൽ ലെറ്റർ റൈറ്റിങ്ങിനെ ആദ്യം കീപ്പ് ചെയ്യേണ്ടത് റൈറ്റേഴ്സ് അഡ്രസ്. ആരാണ് എഴുതുന്നത് ആളുടെ അഡ്രസ് നമ്മളിവിടെ ഈ സൈഡിൽ കൊടുക്കണം. ദെൻ ഡേറ്റ് കൊടുക്കണം. ദെൻ മൈ ഡിയർ ഫ്രണ്ട്, അല്ലെ, ഏത് സുഹൃത്തിനെ എഴുതുന്നത് വെച്ചാൽ അതാണ് ഇവിടുത്തെ 3ാമത്തെ ഘട്ടം. ഗ്രീറ്റിംഗ്സ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി ബോഡി ഓഫ് ദ ലെറ്റർ. ബോഡി ഓഫ് ദ ലെറ്ററിൽ എന്താണ്, എന്തൊക്കെ വിശേഷങ്ങളാണ് പറയാനുള്ളത് അതൊക്കെ പറയണം. ആളുടെ വിശേഷം ആദ്യം ചോദിക്കണം കേട്ടോ. നമ്മുടെ വിശേഷം മാത്രം പറഞ്ഞിരുന്നാൽ ശരിയാവില്ല. ആർക്കാണ് അയക്കുന്നത് ആളുടെ വിശേഷം ചോദിക്കുക, എന്നിട്ട് നമ്മുടെ വിശേഷങ്ങൾ പറയുക, എന്തിനാണ് അയക്കുന്നത് എന്ന് പറയുക. അതാണ് ഇവിടെ മൊത്തത്തിൽ ബോഡി ഓഫ് ദ ലെറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ കൺക്ലൂഷൻ. എങ്ങനെയാണ് കത്ത് അവസാനിപ്പിക്കുക? നീ എല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം, വീട്ടുകാരോട് പറയണം, നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു, നിന്റെ ലെറ്റർ പ്രതീക്ഷിക്കുന്നു, നീ എനിക്ക് മറുപടി എഴുതണം. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൺക്ലൂഷനിൽ ഉൾപ്പെടുത്തുക. ദെൻ ലാസ്റ്റ് സിഗ്നേച്ചർ, റൈറ്റേഴ്സ് നെയിം. അപ്പോ ഫോർമൽ ലെറ്റർ ഈസ് വെരി ഈസി ടു റൈറ്റ്, അല്ലെ? എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ തന്നെ ഇവിടെ നൽകിയിരിക്കുന്നത്. ആദ്യം ഇവിടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഡേറ്റ് ഇതിൽ വിട്ടുപോയിട്ടുണ്ട്. ഡേറ്റ് നിങ്ങൾ ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്ത് എഴുതുക. ഡേറ്റ് ഇതിന്റെ ഇടയിൽ ഒന്ന് സൂചിപ്പിക്കുക. ദെൻ ഡിയർ രേണുവിന് എഴുതുന്ന ലെറ്റർ ആണ് കേട്ടോ. ചീനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി രേണുവിനെ എഴുതുക. നിങ്ങളുടെ ഒരു പ്രതിബിംബാന്ന് വിചാരിച്ചോളൂ. ഈ ലെറ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യം ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടാണ്. ആദ്യം വിശേഷമൊക്കെ ചോദിച്ചു തുടങ്ങി. ഹൗ ആർ യു, ഐ ഹോപ്പ് യു ആർ ഫൈൻ. ഇനി സ്വന്തം കാര്യം പറയുക. ഹിയർ ഐ ആം ബോർഡ് വിത്ത് മൈ ലോൺലി ലൈഫ്. എൻ്റെ ഇവിടുത്തെ ജീവിതം എനിക്ക് ബോറടിച്ചു. ഡ്യൂറിങ് ദീസ് കൊറോണ ഡേയ്സ് ഐ എം ഫെഡ് അപ്പ് വിത്ത് വാച്ചിങ് TV ആൻഡ് പ്ലേയിങ് ഔട്ട്ഡോർ ഗെയിംസ്. ഈ കൊറോണ കാലഘട്ടത്തിൽ ഔട്ട്ഡോർ ഗെയിംസ് കളിച്ചിട്ടും TV കണ്ടിട്ടൊക്കെ എനിക്ക് വയ്യാതായി. ഐ റിയലി മിസ് യു ഓൾ. ഞാൻ നിങ്ങളെല്ലാവരും ഒരുപാട് മിസ് ചെയ്യുന്നു. വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിലെ ഫ്രണ്ട്സിനൊക്കെ മിസ് ചെയ്യണില്ലേ? നിങ്ങളെ പോലെയുള്ള ഒരു രേണുവാണ് ഇത് എഴുതുന്നത്. Although I am bored, I prepare notes and studies well by watching Victor's channel. എന്നിരുന്നാലും ഞാൻ വിക്ടേഴ്സ് ചാനലൊക്കെ കണ്ടിട്ട് നോട്ട്സ് എഴുതും പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. To get rid of this, I am planning to start a YouTube channel. ഇതിൽ നിന്ന് മറികടക്കാൻ ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. Do you know what might be the content? It is a great secret. നമുക്ക് അറിയോ ഇതിന്റെ കണ്ടന്റ് എന്താണെന്ന്? അതൊരു വലിയ സീക്രട്ട് ആണ്. But I will share with you. പക്ഷെ ഞാനത് നിന്നോട് ഷെയർ ചെയ്യും. You are my sweet friend. നീ എൻ്റെ നല്ല സുഹൃത്തല്ലേ? The channel is about how to cultivate different kinds of plants. പലതരത്തിലുള്ള ചെടികളെ എങ്ങനെ കൃഷി ചെയ്യാമെന്നതിനെ കുറിച്ചാണ് എൻ്റെ ചാനൽ. For this I have already taken some shots. ഇതിന് ഞാൻ ചില ഷോർട്സ് ഒക്കെ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. My plants have grown. Actually, I started it 1 month ago. Now seeds have grown up. I expect you to visit my home and see my plants. And don't forget to subscribe my channel. ഇവിടെ പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്നു. നീ എൻ്റെ വീട്ടിലോട്ടും വരണം, എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഫോർമൽ ലെറ്റർ പോലെയല്ല. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്കാണ് നിങ്ങൾ അയക്കുന്നത്. അപ്പം നിങ്ങളുടെ ഫീലിങ്സ് വളരെയധികം ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ലെറ്റർ റൈറ്റിംഗ് ആണ് ഇൻഫോർമൽ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാവുന്നൊരു
ലെറ്റർ റൈറ്റിങ്ങും ഇൻഫോർമൽ തന്നെയാണ്. ഇനി കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ പാരൻസ്, പാരൻസിനോടൊക്കെ പറയും യുവേഴ്സ് ലവിംഗ്ലി ചിനു ദെൻ സിഗ്നേച്ചർ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഫോർമലും ഇൻഫോർമലും എങ്ങനെ എഴുതാമെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെ ഫോർമാറ്റ് മനസ്സിൽ കുറിക്കുക, കീപ്പ് ചെയ്തിട്ട് ഈ ഒരു ഫോർമാറ്റ് മനസ്സിൽ കുറിച്ചുകൊണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം നന്നായി അറ്റൻഡ് ചെയ്യുക. എക്സാമിന് എന്തായാലും ലെറ്റർ റൈറ്റിംഗ് എന്ന ഡിസ്കോഴ്സ് ഉണ്ടായിരിക്കും. നന്നായി പ്രിപ്പയർ ചെയ്ത് നല്ലവണ്ണം ശ്രദ്ധിച്ച് പരീക്ഷ നന്നായിട്ട് തന്നെ എഴുതുക. താങ്ക് യു.